ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ സ്നാക്സ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ടാക്കിയതും ചേർത്ത് നല്ലതുപോലെ വഴറ്റിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ചവ മാറിയതിന് ശേഷം ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് 3 സവാള ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റിച്ചെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുത്താൽ മാത്രം മതി. ഓവറായിട്ട് കുക്കായിട്ട് വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയിട്ടെടുക്കാം. ഇനി പൊടികളുടെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലാവാതെ നോക്കണം. 1 ടേബിൾ സ്പൂൺ മാത്രം മതി. വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഇതുപോലെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് പാന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയിലേക്ക് ഈ മുട്ടയൊക്കെ നല്ലതുപോലെ കോട്ടാകുന്നത് വരെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളകൊക്കെ നല്ലതുപോലെ കരിഞ്ഞു പോകും. ഇനി ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലെ മസാലയൊക്കെ മുട്ടയിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അടുത്ത് ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി മാത്രമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കട്ടിയിലായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ എടുത്ത് വെച്ച ബാക്കി പാൽ ഇതിലേക്ക് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഈ ഒരു കട്ടിക്കായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതിനെയും കാട്ടി കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി ഈ മാവ് കൊണ്ട് നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഒരു തവി മാവെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല കട്ടിയുള്ള ദോശയാക്കിയിട്ടെടുക്കരുത്, നല്ല നേരിയ ദോശയാക്കിയിട്ടെടുക്കാം. ഇത് കൂടുതൽ സമയം വെച്ച് നല്ല ക്രിസ്പി ആക്കി എടുക്കരുത്. നല്ല നൈസായിട്ട് തന്നെ അപ്പം തന്നെ മറിച്ചിട്ട് തിരിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല നൈസായിട്ട് നല്ല അടിപൊളി ദോശ ചുട്ടിട്ടെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. അതിനായി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ദോശ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈദയുടെ പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. മൈദയും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടെടുത്തതാണ്. ഇനി ദോശയുടെ നെഡ് ഭാഗത്ത് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത മുട്ടയും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ദോശയുടെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ മൈദ പേസ്റ്റ് കൊണ്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കാം. നല്ലതുപോലെ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്.
എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി മടക്കിയതിൻ്റെ മുകളിലും 2 സൈഡിലും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കണം. ഇനി മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. മടക്കി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് മൈദയുടെ പേസ്റ്റ് ആക്കി കൊടുക്കാം. ഇനി അതും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നമുക്ക് 2 രീതിയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒന്നാമതായിട്ട് ഇതുപോലെ കുറച്ചധികം ഓയിൽ ഒഴിച്ച് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഈ സ്നാക്സ് വെച്ച് കൊടുത്ത് 2 സൈഡ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊണ്ട് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഓവറായിട്ട് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ മതി. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ്. ഇത് മുട്ട വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, ചിക്കൻ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇഫ്താറൊക്കെ വരുന്നതല്ലേ, ഇനി അതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.